ഇറാനുമായി സംഘർഷത്തിൽ ഏർപ്പെടുമ്പോഴും അമേരിക്കയും ഇസ്രായേലും ഏറെ ഭയപ്പെട്ടിരുന്നത് ഇറാന്റെ മിസൈൽ ശേഖരത്തെയാണ്. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മിസൈൽ ശേഖരമാണ് ഇറാനിലേത്. ശനിയാഴ്ച ഇസ്രായേൽ ഇറാനിൽ ആക്രമണം ആരംഭിക്കുകയും ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമനിയയെ വധിക്കുകയും ചെയ്തു. ഇതിന് പകരമായി ഇറാനും അതിശക്തമായ പ്രത്യാക്രമണം ഇസ്രായേലിലും അമേരിക്കയുടെ ഗൾഫ് മേഖലയിലുള്ള വ്യോമത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും നടത്തുന്നുണ്ട്. തങ്ങളുടെ കൈവശമുള്ള മധ്യദൂര ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാന്റെ പ്രത്യാക്രമണം. ഇസ്രായേലിന്റെ സകല പ്രതിരോധ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇറാന്റെ മിസൈൽ ഇസ്രായേലിൽ വൻ നാശം വിതയ്ക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം ഏറെ പേരുകേട്ടതാണ്. 10 ഇന്റർസെപ്റ്ററുകളാണ് ഒരേ സമയം നിരീക്ഷണത്തിനുള്ളത്. അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങളുമുണ്ട്. അവയെപ്പോലും കാഴ്ചക്കാരാക്കി ലക്ഷ്യത്തിലെത്തുന്ന മിസൈലിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് ഇസ്രായേൽ ഭയന്നിരുന്നത് തന്നെ സംഭവിച്ചു എന്ന് കരുതേണ്ടി വരും. മിസൈലുകൾ മാത്രമല്ല, ഡ്രോണുകളുടെ വലിയ ഒരു ശേഖരം തന്നെ ഇറാനുണ്ട്. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചപ്പോൾ തിരിച്ചടിച്ചത് ഈ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു. അന്നും ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് തിരിച്ചറിയുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടിരുന്നു. അമേരിക്കൻ താവളങ്ങളും ഇസ്രായേലിനെയും നശിപ്പിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഗൾഫ് മേഖലയിൽ എങ്ങുമുള്ള US സൈനിക കേന്ദ്രങ്ങളിൽ എത്താൻ ശേഷിയുള്ള ഹ്രസ്വദൂര മിസൈലുകളുടെയും മിഡ് റേഞ്ച് മിസൈലുകളുടെയും വലിയ ശേഖരം തന്നെ ഇറാനിലുണ്ട്. ഇവയിൽ ഫത്ത എന്ന പേരുള്ള മിസൈലാണ് ഇസ്രായേലിൽ ഇപ്പോൾ പതിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഫത്ത അതീവ അപകടകാരിയാണ് എന്നാണ് വിലയിരുത്തൽ. ഇറാന്റെ ശേഖരത്തിലെ മിഡ് റേഞ്ച് മിസൈലുകളുടെ കൂട്ടത്തിലെ ഏറ്റവും അപകടകാരി. ഫത്തായിൽ ഉപയോഗിച്ചിട്ടുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡുകൾക്ക് ശബ്ദത്തേക്കാൾ 5 ഇരട്ടി സഞ്ചാര വേഗമുണ്ട്. ഹൈപ്പർസോണിക് ഗ്ലൈഡുകൾക്ക് ശത്രുപക്ഷത്തെ ലക്ഷ്യസ്ഥാനത്ത് കൂടുതൽ കൃത്യതയോടെ എത്താൻ സാധിക്കും. ഫത്തയെക്കുറിച്ച് വളരെ മുൻപ് തന്നെ ഇറാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഭേദിക്കാൻ ഫത്തായ്ക്ക് കഴിയുമെന്നായിരുന്നു അവകാശവാദം. ഇത് ശരിയാണ് എന്ന് 2025 ജൂണിലെ ഇസ്രായേൽ ആക്രമണത്തിനിടെ ഇറാൻ തെളിയിക്കുകയും ചെയ്തു. അന്ന് ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ ശക്തമായ പരിഷ്കരിച്ച ഫത്ത മിസൈലാണ് ഇന്ന് ഇസ്രായേലിന് നേർക്ക് ഇറാൻ പ്രയോഗിച്ചത് എന്നും റിപ്പോർട്ടുണ്ട്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം കെട്ടുകഥയാണ് എന്ന് ഇറാൻ മുൻപ് പറഞ്ഞതിന് തെളിവായി മറ്റൊരു സംഭവം കൂടി ഇന്നുണ്ടായതായി പറയപ്പെടുന്നുണ്ട്. അത് ഇസ്രായേലിൽ ഫത്ത മിസൈൽ പതിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിനെ ലക്ഷ്യമാക്കി ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയെന്ന അവകാശവാദമാണ്. ഇറാന്റെ സായുധ സേനയായ IRGC യാണ് ഇക്കാര്യം അവകാശപ്പെട്ടത്. നെതന്യാഹുവിന്റെ സ്ഥിതി എന്താണെന്ന് ഇപ്പോൾ വ്യക്തമല്ല എന്നും IRGC പറയുന്നുണ്ട്. ആക്രമണത്തിൽ നെതന്യാഹുവിന് പരിക്കേറ്റോ എന്ന കാര്യം വ്യക്തമല്ല എന്നും ഇറാൻ പറയുന്നു. അതേസമയം ആക്രമണം നടന്നതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടേയില്ല. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണോ മിസൈലുകൾ പതിച്ചത് എന്നതിലും വ്യക്തത വരേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ കൃത്യമായ ഒരു വ്യക്തത വരും. അതുവരെ ഇത് സംബന്ധിച്ച ഊഹാപോഹങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. അതിനിടെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടെ 1-ലധികം അമേരിക്കൻ പോർവിമാനങ്ങൾ തകർന്നു വീണതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇറാൻ ആക്രമണങ്ങൾക്കിടെ F-15 വിമാനം കുവൈറ്റിൽ തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒന്നല്ല ഒട്ടനവധി വിമാനങ്ങൾ തകർന്നു വീണതായി കുവൈറ്റ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ എങ്ങനെയാണ് വിമാനങ്ങൾ തകർന്നത് എന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല. US-മായി ചേർന്ന് ഇത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ് എന്നും കേണൽ സൗദ് അൽ അത്വാൻ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ കുവൈറ്റിൽ ഇറാൻ കനത്ത ആക്രമണം നടത്തിയിട്ടുണ്ട്. US എംബസിക്ക് നേരെയും ആക്രമണം നടന്നതായി സൂചനയുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ ഇറാന് എത്രത്തോളം പിടിച്ചു നിൽക്കാനാകുമെന്നും പ്രതിരോധിച്ചു നിൽക്കാനാകും എന്നുമുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നിരുന്നാൽ പോലും ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പിടിച്ചു നിൽക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിട്ട് പോലും അവരുടെ മനോവീര്യത്തെ തളർത്താൻ സാധിച്ചിട്ടില്ല എന്നത് എല്ലാവരും എടുത്തു പറയുന്നു. ക്രൂഡും ബാലിസ്റ്റിക്കും അടങ്ങുന്ന മിസൈൽ ശേഖരവും ഡ്രോണുകളും തന്നെയാണ് അവരുടെ കരുത്ത്. അതിലൊന്നാണ് ഇന്ന് ഇസ്രായേലിൽ നാശം വിതച്ച ഫത്ത മിസൈൽ. വളരെയധികം ഉയരത്തിലേക്ക് പറന്ന് പിന്നെ ഭൂമിയിലേക്ക് അതിവേഗത്തിൽ പതിക്കുന്നതാണ് ഫത്തായുടെ പ്രത്യേകത. അന്തരീക്ഷത്തിൽ ഏറ്റവും ഉയരത്തിലെത്തിയ ശേഷം വിഘടിക്കുന്ന പോർമുനയിൽ നിന്ന് 1-ലധികം ചെറു ബോംബുകൾ ഭൂമിയിൽ പതിക്കും. അതായത്
തൊടുക്കുമ്പോൾ ഒന്നും പതിക്കുമ്പോൾ ആയിരവും എന്ന കണക്കിലാണ് ഇതിന്റെ പ്രഹരശേഷി. ഏതു പേരുകേട്ട വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ഒരു കൂട്ടം ക്രൂസ് മിസൈലുകൾ ഇറാന്റെ ശേഖരത്തിലുണ്ട്. ഭൂമിയോട് പറ്റേ ചേർന്നും താഴ്ന്നും പറക്കാൻ ശേഷിയുള്ളതാണ് ഇറാന്റെ ക്രൂസ് മിസൈലുകൾ. സൗമാർ, യാ അലി, ഗുത്സ് എന്നിവയും ഹോവിസെ, പാവെ, റാദ് എന്നിവയും ഉൾപ്പെടെയുള്ള ക്രൂസ് മിസൈലുകൾ ഭൂമിയോട് പറ്റെ താണു ചേർന്ന് പറക്കുന്നതിനാൽ അവയെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കണ്ടെത്തൽ ദുഷ്കരമാണ്. ഇസ്രയേൽ, US സൈനിക താവളങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഈ ക്രൂസ് മിസൈലുകൾ പ്രയോഗിക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, ഇറാന്റെ ശേഖരത്തിലെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് 2000 മുതൽ 2500 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള 6ഓളം മിസൈൽ ഇനങ്ങളാണ് ഇറാനിലുള്ളത്. 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ലിക്വിഡ് ഫ്യൂവൽഡ് മിസൈൽഡായ ഖൊറാംഷർ മിസൈലാണ് ഇറാൻ പ്രതിരോധത്തിന്റെ കുന്തമുന. ഇറാന്റെ ഏറ്റവും അത്യാധുനിക മിസൈലും ഇതുതന്നെയാണ്. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മധ്യപൂർവ്വ ദേശത്തെല്ലായിടവും തെക്കുകിഴക്കൻ യൂറോപ്പും ആക്രമിക്കാൻ ശേഷിയുള്ള സർജിക്കൽ മിസൈലിന്റെ പരിധിയും 2000 കിലോമീറ്ററാണ്. ഖത്തറിന്റെയും ദൂരപരിധി 2000 കിലോമീറ്റർ വരും. ഇതിനിടയിലുള്ള ദൂരപരിധിയിൽ വരുന്ന ഇമാദിന്റെ ശേഷി 1700 കിലോമീറ്ററാണ്. ഷഹാബ് 3 മിസൈൽ 1300 കിലോമീറ്ററും ഹൊവീസി 1350 കിലോമീറ്ററും സഞ്ചരിക്കും. ഇറാനിയൻ ന്യൂസ് ഏജൻസി ഇസ്ന 2025 പ്രസിദ്ധീകരിച്ച ഗ്രാഫിക്സ് പ്രകാരം ഇസ്രയേലിനെ ആകെ ഇളക്കാൻ പാകത്തിൽ 9 മിസൈലുകൾ ഇറാന്റെ ശേഖരത്തിലുണ്ട്. ഇതിൽ സെജ്ജിൽ മണിക്കൂറിൽ 1700 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കും. 2000 മുതൽ 2500 കിലോമീറ്റർ വരെയാണ് ദൂരപരിധി. 2000 കിലോമീറ്റർ തന്നെ ദൂരപരിധിയുള്ള ഖൈബർ മിസൈലും 1400 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഹജ് ഖാസിം മിസൈലും ഇറാന്റെ ശേഖരത്തെ സമ്പുഷ്ടമാക്കുന്നു. വാഷിംഗ്ടൺ ആസ്ഥാനമായ ആംസ് കൺട്രോൾ അസോസിയേഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരിധി തുലോം കുറവാണ്. ഷഹാബ് 1 മിസൈലിന് 300 കിലോമീറ്ററും ഷഹാബ് 3ക്ക് പരമാവധി 800 കിലോമീറ്റർ വരെയും മാത്രമേ പരിധിയുള്ളൂ. തങ്ങളുടെ കൈവശമുള്ള മിസൈലും ഡ്രോണും ഉപയോഗിച്ചുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ US-നെയും ഇസ്രയേലിനെയും ഒരു പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. മിസൈലുകൾക്ക് പുറമെ ഡ്രോണുകളാണ് ഇറാന്റെ പ്രത്യാക്രമണത്തിന്റെ മറ്റൊരു ശക്തി. ഡ്രോണുകൾ മറ്റൊരു തരത്തിലുള്ള സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. വേഗം കുറവാണ് എങ്കിലും വലിയ എണ്ണത്തിൽ ഒരുമിച്ച് വിക്ഷേപിക്കാൻ സാധിക്കും. മിസൈലുകൾക്കൊപ്പം ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ആക്രമണ ഡ്രോണുകൾ കൂട്ടമായി അയച്ച് പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും സാധിക്കും. വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ഊർജ്ജ കേന്ദ്രങ്ങൾ എന്നിവയുടെ പ്രവർത്തനം ദീർഘനേരം സ്തംഭിപ്പിക്കാനും ഈ ആളില്ലാ വിമാനങ്ങളെ ഇറാൻ വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. മാസങ്ങൾ നീണ്ട മധ്യസ്ഥ ശ്രമം ഇറാനെ ചർച്ചാ ടേബിളിലേക്ക് എത്തിച്ചതായിരുന്നു. ചർച്ച ഏറെക്കുറെ വിജയത്തോട് അടുക്കുകയും ചെയ്തതാണ്. ഇതിനിടയിലാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഇസ്രായേൽ ശനിയാഴ്ച രാവിലെ ഇറാനിൽ ആദ്യത്തെ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ വർഷവും ഇറാനുമായി അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറാകുകയും ചർച്ച മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ജൂണിൽ ഇറാനിൽ ഇസ്രായേൽ ആക്രമണമുണ്ടായത്. അതിനർത്ഥം ഇറാനുമായി ആണവധാരണ എന്നതിനപ്പുറം ആക്രമണം എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇസ്രായേലിനെ മുന്നിൽ നിർത്തി അത് നടപ്പാക്കുന്നത് അമേരിക്കയും. ഇക്കുറിയും ആദ്യഘട്ട ചർച്ച ഒമാനിൽ നടന്നു. 2ഉം 3ഉം ഘട്ട ചർച്ച ജനീവയിലും. ആദ്യ 2 ഘട്ടങ്ങളും വിജയകരമായതോടെ ശുഭ സൂചനകൾ ഉണ്ടായി, കരാറിൽ എത്തുമെന്ന്. പിന്നാലെ 3ആം ചർച്ച അലസിപ്പിരിഞ്ഞു. അമേരിക്കൻ താൽപ്പര്യത്തിന് ഇറാൻ വഴങ്ങുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ വാദം. സ്റ്റോക്ക് പൈലിംഗ് അവസാനിപ്പിക്കാം എന്നതടക്കമുള്ള ഉപാധികൾ ഇറാൻ അംഗീകരിക്കുകയും കരാറിലെത്താമെന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തതിന് പിറ്റേന്നായിരുന്നു ആക്രമണം. നിലവിലെ സാഹചര്യത്തിൽ സൈനിക നടപടി 4 ആഴ്ച കൂടി നീളുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ചർച്ചയ്ക്ക് ഇറാൻ തന്നെ സമീപിച്ചുവെന്നും താൻ വഴങ്ങിയില്ല എന്നും ട്രംപ് അവകാശപ്പെട്ടെങ്കിലും US-മായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ യുദ്ധം ഏതു തലത്തിലേക്കാണ് നീങ്ങുക എന്നത് കണ്ടറിയണം. ഗൾഫ് മേഖലയിലെ US താവളങ്ങളിൽ ഇറാൻ നടത്തുന്ന ആക്രമണം പലപ്പോഴും ജനവാസ കേന്ദ്രങ്ങളുടെ നേർക്കാകുന്നതിനാൽ GCC രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ ഇറാനെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട്.